തിരുവനന്തപുരത്തെ ഒരു പ്രധാന സ്ഥലമാണ് കനകക്കുന്ന് കൊട്ടാരം. ഇവിടെ ആർക്കും ഫ്രീ ആയിട്ട് കയറി എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം. ആരും ഒന്നും പറയത്തില്ല. നമ്മൾക്ക് അവിടെ ചെന്ന് കയറി പതിയെ അങ്ങോട്ട് കയറി ചെന്നാൽ ഇതിൻ്റെ ഏത് മുക്കിലും മൂലയിലും ഇരുന്ന് വിശ്രമിക്കാം. വേണമെങ്കിൽ ഒന്ന് ചാരിയിരുന്ന് ഉറങ്ങുകയും അല്ലെങ്കിൽ നമുക്കൊന്ന് എന്തെങ്കിലുമൊക്കെ റീൽസ് പറഞ്ഞിരിക്കുകയൊക്കെ ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് ഈ കനകക്കുന്ന് കൊട്ടാരം. ഇത് സത്യം പറഞ്ഞാൽ ഇത് പണ്ടുള്ള രാജാക്കന്മാരുടെ താമസിച്ചിരുന്ന കൊട്ടാരം തന്നെ ആണ്. ഇതിൽ നമ്മളെല്ലാം വന്നിങ്ങനെ കാണാനും ഇതിന് ഉൾവശമൊന്നും കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. കണ്ടവരുണ്ടാകാം. ഏതായാലും കനകക്കുന്ന് കൊട്ടാരത്തിൽ വന്ന് കയറിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ കനകക്കുന്ന് കൊട്ടാരത്തിൽ വരികയും ഇതിൻ്റെ പ്രദേശങ്ങളിലേക്ക് ഒന്ന് കറങ്ങുകയൊക്കെ. ഞാൻ ഓർത്തത് ഇതിൻ്റെ അകത്തൊന്ന് കയറാമെന്നായിരുന്നു. അതിന് പ്രത്യേക സമയമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇപ്പോൾ ശനിയാഴ്ചയാണ് ഞാൻ വന്നത്. അത് രാവിലെ ആയതുകൊണ്ട് ഇവിടെ അത്ര ആളനക്കമൊന്നുമില്ല. പക്ഷേ വൈകുന്നേരം ഏതായാലും നല്ല ഒരു ജനസാന്ദ്രത ഉള്ള സമയമാവും, തിരക്കുണ്ടാകും. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് അധികം തിരക്കില്ല. വൈകുന്നേരങ്ങളിലായി നല്ല തിരക്കുണ്ടാകും. കാരണം ഇവിടെയുള്ള ആൾക്കാരെല്ലാം വന്ന് തങ്ങാനും പിടിക്കാനൊക്കെ ഇരിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും കനകക്കുന്ന് കൊട്ടാരത്തിലെ ആ ഒരു ദൃശ്യമായ എനിക്ക് കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് എനിക്ക് കോവളം ബീച്ചിലേക്കൊന്ന് പോകണമെന്നാണ് എനിക്കുണ്ട്. ഏതായാലും ഇവിടെ ഞാൻ രാവിലെ വന്നു. ഇതിൻ്റെ ആ മനോഹരമായിട്ടുള്ള ആ വഴിയിലൂടെ നല്ല വൃത്തിയായിട്ടുള്ള ആ ഒരു സ്ഥലത്തൂടെയാണ്. നല്ല അന്തരീക്ഷമാണ്. ഇവിടെയൊക്കെ പല ഷൂട്ടിങ്ങൊക്കെ എടുത്തിട്ടുള്ള പല സിനിമയിലൊക്കെ ഉള്ളതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പല സിനിമയിലൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളെല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. സിനിമയുടെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും നല്ല അന്തരീക്ഷമാണ് ഇവിടെ. നമുക്ക് വന്ന് കുറച്ച് നേരമൊക്കെ ഈ തിരക്കിൽ നിന്നൊക്കെ മാറി ഇരുന്ന് ഈ തിരുവനന്തപുരത്തെ ഈ തിരക്കിൽ നിന്നൊക്കെ ഒന്നൊഴിഞ്ഞ് കുറച്ച് നേരം ഇവിടെയൊക്കെ വന്നിരുന്ന് റിലാക്സിങ് ആയി കഴിയുമ്പോൾ മനസ്സിന് തന്നെ ഒരു സന്തോഷം കിട്ടും. അത് ഉറപ്പായുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ ഏതായാലും ഇത് ചുറ്റും നടന്ന് ഒന്ന് ഷൂട്ടിംഗ് എടുക്കണം ഏകദേശം ഒരു 10-15 മിനിറ്റോളം വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അതിൽ കൂടുതൽ വേണ്ടി വരും. ഏതായാലും ഞാൻ ഷോർട്ടായിട്ട് എടുത്തുകൊണ്ട് ഈ 3 മിനിറ്റ് കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ എടുത്തത്. അങ്ങനെ ഓരോ ഭാഗങ്ങളിലേക്കും ഞാൻ കറങ്ങി ചെന്നു. അങ്ങനെ ഒരു സ്ഥലത്തും വലിയ മേളിലോട്ട് ആരും ഇല്ല. ഇതിൻ്റെ താഴ്വരയായിട്ടുള്ള സ്ഥലത്ത് ആൾക്കാരൊക്കെ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഇവിടെ ആരും തന്നെ ഇല്ല. ഏതായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് എനിക്ക് കാണാനും എടുക്കാനും സാധിച്ചത്. ഏതായാലും എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ഞാൻ ഈ കുറച്ച് നേരം ഈ കനകക്കുന്ന് കൊട്ടാരത്തിൽ ചിലവഴിച്ചതിലും എനിക്ക് സന്തോഷമുണ്ട്. അപ്പം നല്ല രീതിയിലുള്ള ഒരു കനകക്കുന്ന് കൊട്ടാരത്തിൽ വന്ന് നമ്മുടെ കൂട്ടുകാർ പലരും തിരുവനന്തപുരത്തുണ്ട്. അവരൊക്കെ ഇത് സ്ഥിരം കാണുന്നത് കൊണ്ടായിരിക്കാം. എനിക്ക് ഇത് ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് വളരെ ഇതാണ് തോന്നിയത്.